കാസർഗോഡ് നഗരത്തിൽ ടാങ്കർ ലോറി ഇടിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരണത്തിന് കീഴടങ്ങി. തളങ്കര ബാങ്കോട് സ്വദേശിയും വ്യാപാരിയുമായ ഹനീഫയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെ വിടവാങ്ങിയത്. ബുധനാഴ്ച ഉച്ചയോടെ MG റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം MG റോഡിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്നു ഹനീഫ. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഇദ്ദേഹത്തെ ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാട്ടുകാർ ഉടൻ തന്നെ കാസർഗോട്ടെ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും പരിക്ക് അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിദ്യാനഗർ BC റോഡിലെ ഫോർസൈറ്റ് ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിന്റെ ഉടമയാണ് 55-കാരനായ ഹനീഫ. ദീർഘകാലം ഗൾഫിലായിരുന്ന അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ബിസിനസ്സിലേക്ക് കടന്നത്. പരേതരായ ഖാദർ ആയിഷ ദമ്പതികളുടെ മകനാണ്. സിബിരിയയാണ് ഭാര്യ. ഉസ്ന, ഇഷാം, ആനിയ, അസ്വ എന്നിവർ മക്കളാണ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.